നമസ്കാരം. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ഞരമ്പുകൾക്ക് വന്നിട്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ ബലക്ഷയം കാരണം തന്നെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ വേദന ഉണ്ടാവുക അല്ലെങ്കിൽ മസിൽ കയറ്റം എന്നുള്ളൊരു ബുദ്ധിമുട്ട്. ഇടയ്ക്കിടയ്ക്ക് കാലിനടിയിലൊക്കെ തന്നെ തരിപ്പ്, മരവിപ്പ്, കൈക്ക് കറക്റ്റായിട്ട് ഒരു കാര്യങ്ങളൊന്നും പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തരിപ്പോ മരവിപ്പോ അല്ലെങ്കിൽ വേദനയോ കടച്ചിലോ അങ്ങനെ പല പുകച്ചിൽ, കാൽപുകച്ചിൽ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ഞരമ്പുകൾ ക്ഷയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പെരിഫറൽ ന്യൂറോപ്പതിയുടെ ഒരു ഭാഗം തന്നെയാണ് ഇത്തരം ലക്ഷണങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെ മാറ്റാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ചൊക്കെ തന്നെ. എന്നാൽ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒത്തിരി ആയുർവേദ മരുന്ന് കൂട്ടുകളുടെ ഒരു 4 കൂട്ടുകൾ പരിചയപ്പെട്ടാലോ? ഈ 4 എണ്ണകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ശരീരത്തിൽ ഒരു സെൽഫ് മസാജ് കൊടുക്കുകയാണെങ്കിൽ ശരീരത്തിൽ ഇത്തരം ഞരമ്പുകളെയൊക്കെ തന്നെ ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിന് ബലഹീനതയുണ്ടെങ്കിലോ ഒക്കെ മാറ്റാൻ വളരെ നല്ലതാണ്. ഒരു 40 വയസ്സ് വരെയൊക്കെ തന്നെ നമുക്ക് അത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. അതിനുശേഷം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങും. അത്തരം അവസ്ഥകളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പ്രായമായവരിൽ പോലും നല്ല ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് പോലും ശരീരത്തിന് ഉണർവേകുന്ന രീതിയിലുള്ള 4 തൈലങ്ങളാണ്. ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് പരിചയപ്പെടും. ഒന്നാമത്തേത് മഹാമാഷ തൈലമാണ്. മാഷ എന്ന് പറയുന്നത് ഉഴുന്നാണ്. ഉഴുന്ന് ഒരുപാടേറെ ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. പശുമൂലം, ജീവനീയ ഗണ ഔഷധങ്ങൾ, നായ്ക്കുരണ, ശതകുപ്പ, 3 തരം ഉപ്പുകൾ, പശുവിൻ പാല്, ഇങ്ങനെയുള്ള ഒട്ടനേകം ആയുർവേദ മരുന്നുകളൊക്കെ കൂടി ചേർന്നിട്ട് തയ്യാറാക്കുന്ന ഒരു ഔഷധക്കൂട്ടാണിത്. നെർവ് ഡീജനറേഷൻ അല്ലെങ്കിൽ മസിൽ വേസ്റ്റിങ്, പാരാലൈസിസ് പോലുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ഫേഷ്യൽ പാൽസി പോലുള്ള അത്തരം കണ്ടീഷനിലും അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള പെരിഫറൽ ന്യൂറോപ്പതിക് കണ്ടീഷൻസിലും ഒക്കെ നമ്മൾ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുള്ള ഒന്ന് തന്നെയാണ് ഈ ഒരു മഹാമാഷ തൈലം എന്നുള്ളത്. ഇതേയും ചെവിയിലെ മൂളൽ, ഇങ്ങനെ ചെവി സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളിലൊക്കെ ചെവിയിൽ ഒറ്റിക്കാനും അതുപോലെ നസ്യം ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കാനും ചെയ്യാറുണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളിൽ, ഞരമ്പുകൾക്ക് ബലം കൂട്ടാനും ഒക്കെ തന്നെ. അപ്പോൾ അതിൽ ചൂടുവെള്ളത്തിൽ 5 തുള്ളിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാനാണ് പറയാറ്. പക്ഷേ ഇതിലെ ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരും. ഇത് പല കമ്പനിയും ചിലർ ആട്ടിൻ മാംസം ചേർത്തിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉള്ളിലേക്ക് എടുക്കാൻ പാടുള്ളൂ. സ്റ്റിഫ്നെസ്, താടിയെല്ലിലെ വേദന, നേത്രരോഗം അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ പോലുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതായത് കൈയൊന്നും തന്നെ നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ പൊക്കാൻ സാധിക്കില്ല. അപ്പോൾ മുടിയൊന്നും കെട്ടിവെക്കാൻ കൈ പൊക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയൊക്കെ ഉണ്ടാവാം. കൈ പുറകോട്ട് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കൈക്ക് ആ ഒരു ജോയിൻറ്റിൽ വളരെയധികം ബുദ്ധിമുട്ടും നീരും വേദനയും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ നല്ലൊരു ഓപ്ഷനാണ് മഹാമാഷ തൈലം. മസിൽ ഡിസ്ട്രോഫി പോലുള്ള ചില ന്യൂറോളജിക്കൽ കണ്ടീഷൻസിലും അതുപോലെ കഴുത്ത്, കാല്, നടു തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെയുള്ള വേദന അകറ്റാനായാലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിലും ഒക്കെ തന്നെ നിങ്ങൾക്കിത് വളരെ സേഫായിട്ടും വളരെ ഇഫക്റ്റീവായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. തോളെല്ലിൻ്റെയൊക്കെ തന്നെ സ്ഥാനഭ്രംശം മൂലം ഉണ്ടാകുന്ന വേദന അല്ലെങ്കിൽ സന്ധികളിൽ ഉണ്ടാകുന്ന വേദനയൊക്കെ അകറ്റാൻ അല്ലെങ്കിൽ ചില ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയിൽ തന്നെ കടിവസ്തി, ജാനുവസ്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു എണ്ണയെ പ്രത്യേകം ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ തന്നെ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു എണ്ണയാണ്. സാധാരണയായിട്ട് ഡയബറ്റിക് ന്യൂറോപ്പതി കേസിൽ, അതായത് കാലിലേക്ക് വരുന്ന പലതരം ബുദ്ധിമുട്ടിലുണ്ടല്ലോ, കാലിലൊക്കെ തന്നെ ഒരു ടിംഗ്ലിങ് സെൻസേഷൻ ഉണ്ടാവുക, കാല് ഇക്കിളിയിടുന്നത് പോലെ കാലിനടിയിൽ തോന്നാം. അത് നമുക്ക് കാലൊന്ന് ഉരച്ചൊരച്ച് കിടന്നാലേ ഉറക്കം വരുള്ളൂ എന്നുള്ളൊരവസ്ഥയൊക്കെ രാത്രി കാലങ്ങളിൽ അനുഭവിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ശരിയായിട്ട് കാലുകളിൽ നിന്നൊന്നും തന്നെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്കുമൊക്കെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ളതാണ് സഹചരാതി തൈലം എന്നുള്ളത്. വാദത്തിൻ്റെ അസന്തുലിതാവസ്ഥ കാരണം ഉണ്ടാവുന്ന പേശികളിലും സന്ധികളിലും വരുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് ഏറെ ഉത്തമമായിട്ടുള്ളതാണ് ഈ എണ്ണ. കൂടുതൽ വേദനയുള്ള കണ്ടീഷനിൽ മസ്കുലോ സ്കെലറ്റൽ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന എല്ലാ അസ്വസ്ഥതകൾക്കും ഒക്കെ ആശ്വാസം നൽകുന്ന ഒന്നാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വീക്കം അല്ലെങ്കിൽ നാഡിക്ക് ഉണ്ടാവുന്ന ഇത്തരം ക്ഷീണം, മറ്റുള്ള തകരാറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നാഡീവ്യവസ്ഥയുടെ തന്നെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ളതും അതുപോലെ ചലനശേഷിയൊക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ സയാട്ടിക്ക, നടുവേദന, പൊതുവായിട്ടുണ്ടാവുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനത തുടങ്ങിയ അവസ്ഥയിൽ ഒക്കെ വളരെ ഗുണം തരുന്നതാണ്. പിന്നെ കുറിഞ്ഞി വാദദോഷത്തെ സന്തുലിതമാക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഈ സഹചര എന്നുള്ളത്. അത് പ്രധാന ചേരുവകളിൽ ഒന്നാണ്.
മരുന്നാണത്. അതുപോലെ ദശമൂലം 10 ഔഷധ സസ്യങ്ങളുടെ വേര് ഇതിൽ ചേർത്തിട്ടുണ്ട്. മഞ്ചിഷ്ട, ചന്ദനം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേദനയും മറ്റുള്ള അസ്വസ്ഥതകളും പേശിയുടെ ആ ഒരു ബലക്കുറവ് അല്ലെങ്കിൽ സന്ധിയിൽ വരുന്ന പ്രശ്നങ്ങൾ, നാഡിയുടെ വൈകല്യങ്ങൾ ഇതിനൊക്കെ മാറ്റാൻ സഹായിക്കുന്നതാണ്. മൂന്നാമത്തേത് കാർപ്പാസസ്യാദി തൈലമാണ്. ഇതും തന്നെ നമുക്ക് നാഡി സംബന്ധമായിട്ടുണ്ടാകുന്ന ഇത്തരം ക്ഷതങ്ങളും ക്ഷീണവും ഒക്കെ തന്നെ അകറ്റി നല്ല ബലം നൽകാൻ, ഞരമ്പുകൾക്ക് ബലം നൽകാൻ സഹായിക്കുന്നു. അതിന് കൂടെ തന്നെ ന്യൂറോപ്പതി കണ്ടീഷൻസിൽ വരുന്ന ഒരുവിധം ലക്ഷണങ്ങൾക്കൊക്കെ തന്നെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഈ കാർപ്പാസസ്യാദി തൈലത്തിൻ്റെ ഉപയോഗം. വാതദോഷം കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സന്ധികളിലൊക്കെ ഉണ്ടാവുന്ന വേദന, തരിപ്പ്, മരവിപ്പ് ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ നല്ലതാണ്. സയാറ്റിക്ക, ഫേഷ്യൽ പാൽസി അല്ലെങ്കിൽ നമ്മുടെ രക്തചംക്രമണം കൂട്ടാനായിട്ട് തുടങ്ങിയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലും അതുപോലെ പാർക്കിൻസൺസ് ഡിസീസിലും ഒക്കെ തന്നെ വളരെ ഗുണം കണ്ടിട്ടുള്ള ഒരു ഓയിലൂടെയാണ്. അപ്പോൾ അതുപോലെ ഞരമ്പ് സംബന്ധമായിട്ട് വരുന്ന ഒരുവിധം പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ പെട്ടെന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലൂടെയാണത്. ഇനി ഇത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് മുഴുവനായിട്ട് നാഡി ഞരമ്പുകൾക്കൊക്കെ തന്നെ ശക്തി തരുന്ന രീതിയിലുള്ള 3 ഓയിലുകളെ കുറിച്ചിട്ടും അതിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ചിട്ടും ഒക്കെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഓയിൽ എന്ന് പറയുന്നത് ക്ഷീരബല തൈലമാണ്. ക്ഷീരബലയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലും തന്നെ നമ്മൾ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷനിൽ ഇത്തരം കേസിലൊക്കെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ക്ഷീരബല തന്നെയാണ്. ക്ഷീരബല ഉപയോഗിക്കുന്നതിന് പലവിധ ആവർത്തിയിൽ ഉപയോഗിച്ച് തയ്യാറാക്കുന്നവയുണ്ട്. അത് എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം ഉപയോഗിക്കേണ്ട ഒരു മരുന്നാണിത്. ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ സന്ധികളിൽ ഉണ്ടാകുന്ന വേദന, അതുപോലെ സയാറ്റിക് പെയിന്, ബാക്ക് പെയിന്, ഷോൾഡറിൽ വരുന്ന പെയിന്, സ്പോണ്ടൈലോസിസിൻ്റെ കണ്ടീഷനിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സെർവിക്കൽ, ലംബാർ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളെയൊക്കെ മാറ്റാൻ നമ്മൾ ഇത് ആവർത്തിച്ചെടുത്ത് 101 തവണയൊക്കെ ആവർത്തിച്ചെടുത്ത ക്ഷീരബലയൊക്കെ കഷായത്തിന് കൂടെ ചേർത്ത് കഴിക്കാനൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ വളരെ ഗുണകരമായിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനേകം ആയുർവേദ കൂട്ടുകൾ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള 3 ഓയിലുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള രീതിയിൽ മറ്റുള്ള ഓയിലുകളുടെ കൂടെ ചേർത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇത്തരം സന്ധിവേദനയോ നീരോ നീർക്കെട്ടോ ബുദ്ധിമുട്ടുകളോ തരിപ്പോ മരവിപ്പൊക്കെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരുപാട് പേർക്ക് ഒരു 35 വയസ്സിന് ശേഷം ഈ ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ അനുഭവിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.